everyone, welcome to another session of Current Affairs and GK class by GradMentor. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജാനുവരി മന്തിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സും GK ടോപ്പിക്സും ആണ് നമ്മൾ കവർ ചെയ്തത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പാർട്ട് 2 ആണ്. ഓക്കെ, സോ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ദി ഫസ്റ്റ് ടോപ്പിക് ഈസ് നാഷണൽ സ്പോർട്സ് അവാർഡ് ഓർ NSA 2023. ഓക്കെ, സോ നമുക്കറിയാം ജാനുവരി മന്തിലാണ് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് പ്രഖ്യാപിച്ചത് അല്ലെ. ആൻഡ് ഇവിടെ ജസ്റ്റ് ഒരു 2 പോയിന്റ് ഓർത്തിരിക്കുക, ആരാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തിയത് എന്നുള്ളത്. നമുക്കറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ്രൗപദി മുർമു. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേർഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഇവിടെ ജസ്റ്റ് ഈ ഒരു 2 പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ഏതൊക്കെയാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എന്ന് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, മെയിൻലി നമുക്ക് എന്താണ് ജനറലി ഒരു 6 നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, അതായത് ദ്രൗപദി മുർമു ആണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ആൻഡ് ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേർഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാഷണൽ സ്പോർട്സ് അവാർഡ് കാറ്റഗറിയിൽ ജനറലി വരുന്നത് എത്രയാണ്? 6 കോർ അവാർഡ്സ് ആണ്. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ഖേൽ രത്ന. ഖേൽ രത്നയാണ് നാഷണൽ സ്പോർട്സ് അവാർഡ് കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഓക്കെ, ദ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ ഈസ് ഖേൽ രത്ന. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അർജുന അവാർഡ്. അർജുന അവാർഡ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഫോർ ദി കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഓവർ 4 years. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 4 years, ഒരു 4 വർഷം ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ കാഴ്ചവെക്കുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണ് നമ്മൾ കൊടുക്കുന്ന അവാർഡാണ് അർജുന അവാർഡ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് യൂഷ്വലി കൊടുക്കുന്നത് കോച്ചസിനാണ്. ഓക്കെ, സോ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന കോച്ചസിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് എന്ത്? ദ്രോണാചാര്യ അവാർഡ്. സോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്പോർട്സ് ഓണേഴ്സ് ഫോർ coaches. And fourth one is Major Dhyan Chand Award. Major Dhyan Chand Award for the lifetime achievement. Lifetime achievement ന് കൊടുക്കുന്ന അവാർഡ് ആണ് എന്ത്? Major Dhyan Chand Award. Fine. And next one is Maulana Abdul Kalam Azad Trophy. എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. ഇത് ആക്ച്വലി കൊടുക്കുന്നത് എവിടെയാണ്? ടോപ്പ് പെർഫോമൻസ് ഇൻ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സ്. ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സ് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഐറ്റം കാഴ്ചവെക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് കൊടുക്കുന്ന അവാർഡാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. ഓക്കെ, സോ ടോപ്പ് പെർഫോമൻസ് ഇൻ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സ്. ഓക്കെ, സോ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സിന്റെ സമയത്ത് കൊടുക്കുന്ന ഒരു അവാർഡാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഇത് കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോച്ചിനോ അല്ല, അതേസമയം ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോർപ്പറേറ്റിന് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്പോർട്സ് പ്രൊമോഷൻ ബൈ ഓർഗനൈസേഷൻസ് ഓർ കോർപ്പറേറ്റ്സ്. സോ ഈ 6 അവാർഡ്സ് ആണ് വിച്ച് കംസ് അണ്ടർ വാട്ട്? നാഷണൽ സ്പോർട്സ് അവാർഡ് കാറ്റഗറി. ഓക്കെ, സോ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് ഖേൽ രത്ന. ഓക്കെ, ഖേൽ രത്നയാണ് ദ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് അർജുന അവാർഡ്. അർജുന അവാർഡ് എപ്പോഴാണ് കൊടുക്കുന്നത്? ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് 4 years കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 4 years നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണ് നമ്മൾ കൊടുക്കുന്ന അവാർഡാണ് അർജുന അവാർഡ് for consistent performance over 4 years. And third one is Dronacharya Award. It is the highest sports honor for coaches. Okay, നമ്മളെ ട്രെയിൻ ചെയ്യുന്ന കോച്ചസിന് കൊടുക്കുന്ന അവാർഡാണ് എന്ത്? Dronacharya Award. And the fourth one is Major Dhyan Chand Award for lifetime achievement. For lifetime achievement ന് കൊടുക്കുന്ന അവാർഡാണ് Major Dhyan Chand Award. And next is Maulana Abdul Kalam Azad Trophy. അതെപ്പോഴാണ്? ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ്സിന് സമയത്ത് കൊടുക്കുന്ന ഒരു അവാർഡാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഇറ്റ് ഈസ് ദ സ്പോർട്സ് പ്രൊമോഷൻ ബൈ ഓർഗനൈസേഷൻസ് ഓർ കോർപ്പറേറ്റ്സ്. ഒരു പെർട്ടിക്കുലർ കോർപ്പറേറ്റിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ കൊടുക്കുന്ന ഒരു തരം അവാർഡാണ് എന്ത്? രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ എന്ന് പറയുന്നത്. ഫൈൻ. സോ ഈ ഒരു 6 കോർ അവാർഡ്സ് ആണ് നാഷണൽ സ്പോർട്സ് അവാർഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. And the next topic is Milan 24 exercise. Milan 24 exercise എന്താണ്? ഒരു നേവൽ എക്സസൈസ് ആണ്. ഓക്കെ, റീസെന്റ് ആയിട്ട് ന്യൂസിനകത്തൊക്കെ വന്നതാണ്. ഒരു നേവൽ എക്സസൈസ് ആണ് Milan 24 exercise എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആദ്യമായിട്ട് കൺസീവ് ചെയ്തത് ഏത് ഇയറിലാണ്? ഇൻ വിച്ച് ഇയർ? 1995 ബൈ ദി ഇന്ത്യൻ നേവി. ഓക്കെ, സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. GK ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ദി ഇന്ത്യൻ നേവി ഇൻ ദ ഇയർ
വിച്ച് ഇയർ ആണ്? 1995. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, GK ആയിട്ട് ചോദിക്കാം. ആൻഡ് ഇത് ആദ്യമായിട്ട് നടന്നത് ഏത് കമാൻഡിലായിരുന്നു, എവിടെ വെച്ചായിരുന്നു? അറ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്. ഓക്കെ, അടുത്ത ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ മിലൻ 24 എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നേവൽ എക്സസൈസ് ആണ്. ആൻഡ് ഇത് ആദ്യമായിട്ട് കൺസീവ് ചെയ്തത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിൽ വെച്ചിട്ടാണ് ഇൻ ദ ഇയർ 1995. ബൈ ഹോം? ബൈ ഇന്ത്യൻ നേവി. ഓക്കെ, ആൻഡ് ഈ ഒരു എക്സസൈസിൽ 4 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, 4 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഓക്കെ, സോ ടോട്ടൽ ഓഫ് 4 കൺട്രീസ് ആണ് ഈ ഒരു എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? മിലൻ 24 എക്സസൈസ് എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ഇന്ത്യൻ നേവി. ഏത് ഇയറിലാണ്? ഇൻ ദ ഇയർ 1995. ഓക്കെ, ബൈ ഇന്ത്യൻ നേവി ആണ്. ആൻഡ് ഇത് നടന്നത് എവിടെയാണ്? ഏത് കമാൻഡിലാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ആണ്. ആൻഡ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത 4 കൺട്രീസ് ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം. ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം. സോ ഇത് ലോഞ്ച് ചെയ്തത് SBI ആണ്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇതിന്റെ ലോഞ്ച് ചെയ്തതിന്റെ മെയിൻ എയിം ഇല്ലെങ്കിൽ മോട്ടോ എന്താന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സ് ഇല്ലെങ്കിൽ എന്താണ് കുറച്ച് ഇനിഷ്യേറ്റീവ്സ്, ഇതിനൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമാണ് അല്ലേ. സോ ഈ ഒരു ഫണ്ടിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത്. എന്താണ് സ്കീമിന്റെ പേര്? ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് ആരാണ്? ബൈ ദി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഇതിന്റെ മെയിൻ എയിം ഇല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ്, ഇതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. സോ ഇൻ ഓർഡർ ടു മൊബിലൈസ് ദാറ്റ് ഫണ്ട്, അതിന് വേണ്ടിയിട്ടാണ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രീൻ റുപ്പി ടേം ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ശീതൾ ദേവി വോൺ ദി അർജുന അവാർഡ്. ശീതൾ ദേവി വോൺ ദി അർജുന അവാർഡ്. അർജുന അവാർഡ് എന്താണ്? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നാഷണൽ സ്പോർട്സ് അവാർഡ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ അർജുന അവാർഡ് എന്ത് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ഇയേഴ്സിൽ വളരെ നല്ല രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കാണ് അർജുന അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ ശീതൾ ദേവി ആരാണ്? ദ വേൾഡ്സ് ഫസ്റ്റ് ആംലെസ് വുമൺ ആർച്ചർ വോൺ ദി അർജുന അവാർഡ്. ആരാണ്? വേൾഡിലെ തന്നെ ദി വെരി ഫസ്റ്റ് ആംലെസ് വുമൺ ആർച്ചർ. ആർച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഐറ്റം? അമ്പും വില്ലും, ബോ ആൻഡ് ആരോ ആണ്. ഓക്കെ, സോ ആ ഒരു ഐറ്റത്തിനകത്ത് ആ ഒരു കാറ്റഗറിയിൽ വേൾഡിലെ തന്നെ ദി വെരി ഫസ്റ്റ് ആംലെസ് വുമൺ ആണ്. ഓക്കെ, സോ അർജുന അവാർഡി ശീതൾ ദേവി ഈസ് എ പാര ആർച്ചർ ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഷീ ഈസ് ഫ്രം വെയർ? ജമ്മു ആൻഡ് കാശ്മീർ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ശീതൾ ദേവിയുടെ ഐറ്റം എന്തായിരുന്നു? ആർച്ചറി ആണ്. ഓക്കെ, അതായത് ബോ ആൻഡ് ആരോ ആണ്. And she emerged as the first armless woman to clinch a para world archery championships medal in 2023. And ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഷീ ഡിഫീറ്റഡ് ഹു? ആരെയാണ് ശീതൾ ദേവി ഫൈനൽ റൗണ്ടിൽ ഡിഫീറ്റ് ചെയ്തത്? സിംഗപ്പൂരിൽ നിന്നുമുള്ള ആലിം നുർ സ്യാഹിദ. ആലിം നുർ സ്യാഹിദ എന്ന് പറയുന്ന വ്യക്തിയാണ് ശീതൾ ദേവി ഫൈനൽ റൗണ്ടിൽ ആർച്ചറി കാറ്റഗറിയിൽ ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, സിംഗപ്പൂരിൽ നിന്നുമുള്ള ആലിം നുർ സ്യാഹിദ. ഫൈൻ. സോ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ പഠിക്കേണ്ടത്. ഓക്കെ, ശീതൾ ദേവി ആരായിരുന്നു എന്ന് നോക്കുക. ആരായിരുന്നു? ഷീ ഈസ് ദ ഫസ്റ്റ് വേൾഡ് ആംലെസ് വുമൺ ആർച്ചർ. ആൻഡ് ഷീ വോൺ വാട്ട്? ഏത് അവാർഡാണ് ശീതൾ ദേവിക്ക് കിട്ടിയത്? അർജുന അവാർഡാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഷീ ഈസ് ഫ്രം വെയർ? ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഷീ എമേർജ്ഡ് ആസ് ദി ഫസ്റ്റ് ആംലെസ് വുമൺ ടു ക്ലിഞ്ച് എ പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്സ് മെഡൽ in 2023. Okay, and she defeated ആരെയാണ് പുള്ളിക്കാരി ഡിഫീറ്റ് ചെയ്തത് ഫൈനൽ റൗണ്ടിൽ? അലിം ന്യൂർ സ്യാഹിദ ഫ്രം സിംഗപ്പൂർ. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Fine. So the next topic is Swachh Sarvekshan 2023. Okay, Swachh Sarvekshan 2023. So ഈ ഒരു സർവേയിൽ വരുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു സർവേ ആണ് സ്വച്ഛ് സർവേക്ഷൺ 2023 വരുന്നത്. ഓക്കെ, സോ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. So the President Draupadi Murmu identified Indore and Surat as the country's cleanest cities for the populations exceeding 1 lakh. So the first category അതായത് population exceeding 1 lakh. നമ്മുടെ ഇന്ത്യൻ സിറ്റീസ് എടുക്കുമ്പോൾ പോപ്പുലേഷൻ 1 ലാഖിനേക്കാളും കൂടുതൽ വരുന്ന 1 ലാഖിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ വരുന്ന സിറ്റീസിൽ
നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ദ്രൗപദി മുർമു ഐഡന്റിഫൈ ചെയ്ത മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ഏതൊക്കെയായിരുന്നു? ഇൻഡോർ ആൻഡ് സൂററ്റ്. സോ ഇൻഡോർ മധ്യപ്രദേശിലാണ് ആൻഡ് സൂററ്റ് വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. സോ മധ്യപ്രദേശിലുള്ള ഇൻഡോറും ഗുജറാത്തിലുള്ള സൂററ്റുമാണ് ഇന്ത്യയിലെ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിട്ട് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഐഡന്റിഫൈ ചെയ്തത്. ആൻഡ് ഇൻ വിച്ച് കാറ്റഗറി? അത് മെയിൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റീസ് എടുക്കുമ്പോൾ പോപ്പുലേഷൻ 1 lakhിനേക്കാളും കൂടുതൽ വരുന്ന സിറ്റീസിലാണ്. ഓക്കെ, സോ ആ ഒരു സിറ്റീസിന്റെ കാറ്റഗറിയിലാണ് ഇൻഡോർ ആൻഡ് സൂററ്റ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ആൻഡ് അടുത്ത കാറ്റഗറി എന്ന് വരുമ്പോൾ ഈ 1 lakhിനേക്കാളും താഴെ പോപ്പുലേഷൻ വരുന്ന സിറ്റീസ് ആണ്. ഓക്കെ, സോ ഫോർ ദി പോപ്പുലേഷൻസ് ബിലോ 1 lakh, ഓക്കെ 1 lakhിനേക്കാളും താഴെ വരുന്ന പോപ്പുലേഷൻ സിറ്റീസിൽ ഏതൊക്കെയാണ് മോസ്റ്റ് ക്ലീനസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സസ്വാത്, പട്ടാൻ ആൻഡ് ലോണാവാല. സസ്വാത് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ് ആൻഡ് പട്ടാൻ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ആൻഡ് ലോണാവാല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഒരു സിറ്റിയാണ്. ഓക്കെ, സോ ദീസ് എമേർജ്ഡ് ആസ് ദി ടോപ്പ് ക്ലീൻ സിറ്റീസ് സെറ്റിംഗ് ബെഞ്ച് മാർക്സ് ഇൻ ദ ക്ലീൻലിനെസ് സ്റ്റാൻഡേർഡ്സ്. ഫൈൻ. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിൽ എന്തായിരുന്നു? 1 lakhിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ വരുന്ന സിറ്റീസിൽ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ഏതൊക്കെയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്? ഇൻഡോർ ആൻഡ് സൂററ്റ്. ആൻഡ് 1 lakhിനേക്കാളും താഴെ പോപ്പുലേഷൻ വരുന്ന സിറ്റീസിൽ സസ്വാത് എന്ന് പറയുന്നത് എവിടെയാണ്? സസ്വാത് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. പട്ടാൻ ഈസ് ഇൻ ഗുജറാത്ത് ആൻഡ് ലോണാവാല ഈസ് ഓൾസോ ഇൻ മഹാരാഷ്ട്ര. സോ ഈ 3 സിറ്റീസ് ആണ് ടോപ്പ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത്. സോ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, നമ്മൾ ഇത്രയും നേരം നോക്കിയത് മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിരുന്നു അല്ലെ, ഇന്ത്യയിലുള്ള മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിരുന്നു. ഇനി സിറ്റീസിന് പുറമെ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് മോസ്റ്റ് ക്ലീനസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം വരുന്നത് മഹാരാഷ്ട്രയാണ്, followed by മധ്യപ്രദേശ് ആൻഡ് ഛത്തീസ്ഗഡ്. ഓക്കെ, സോ ആദ്യം മഹാരാഷ്ട്രയാണ് ലീഡ് ചെയ്യുന്നത് ആൻഡ് followed by മധ്യപ്രദേശ് ആൻഡ് തേർഡ് ഈസ് ഛത്തീസ്ഗഡ്. Okay, so the next topic is Indian Army declared 2024 as the year of technology absorption. സോ നമ്മുടെ ഇന്ത്യൻ ആർമി ഈ വർഷം, അതായത് 2024 എന്ത് ഇയർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്? ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഈ വർഷം, അതായത് 2024 ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്? ഹൈലൈറ്റിംഗ് ദി ആർമീസ് കമ്മിറ്റ്മെന്റ് ടു യൂട്ടിലൈസിംഗ് ടെക്നോളജി. ഓക്കെ, സോ ആർമിയുടെ ടെക്നോളജി യൂട്ടിലൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഇയർ 2024 ആസ് ദി ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ ആയിട്ട് ഇന്ത്യൻ ആർമി ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഇനീഷ്യേറ്റീവ് ചെയ്ത വേറൊരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് സംഭവ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോജക്ട് സംഭവ് ഇത് മിക്കവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് പ്രോജക്ട് സംഭവ്? അതൊരു 5G ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂർ മൊബൈൽ എക്കോ സിസ്റ്റം ആണ് പ്രോജക്ട് സംഭവ്. ആൻഡ് വാട്ട് ഈസ് ദ എയിം ബിഹൈൻഡ് ദിസ് പ്രോജക്ട്? എന്താണ്? ഇൻ ഓർഡർ ടു എൻഹാൻസ് ഇറ്റ് സൈബർ സ്പേസ് കേപ്പബിലിറ്റി, ഇന്ത്യൻ ആർമിയുടെ സൈബർ സ്പേസ് കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5G ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂർ മൊബൈൽ എക്കോ സിസ്റ്റം ആണ് പ്രോജക്ട് സംഭവ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ പ്രോജക്ട് സംഭവ് എന്താണ്? ഇന്ത്യൻ ആർമി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് സംഭവ്. ആൻഡ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ദി ഇന്ത്യൻ ആർമീസ് വാട്ട് സൈബർ സ്പേസ് കേപ്പബിലിറ്റി, ഇന്ത്യൻ ആർമിയുടെ സൈബർ സ്പേസ് കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5G ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂർ മൊബൈൽ എക്കോ സിസ്റ്റം ആണ് എന്ത്? Project Sambhav. And the next point is Army Chief General Manoj Pandey. Currently, നമ്മുടെ Army Chief ആയിട്ടുള്ള General Manoj Pandey ആണ് outlined the plans to modernize the Army's infrastructure and units. Okay, so just ഈ ഒരു പേരൊന്ന് ഓർത്തിരിക്കുക. And എന്താണ് Project Sambhav എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. Fine. And the next portion is Cleanest Ganga Towns Award. Cleanest Ganga Towns Award. Okay, so ഏതൊക്കെയാണ് Cleanest Ganga Towns ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത്? വാരണാസി ആൻഡ് പ്രയാഗ്രാജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഈ ഒരു അവാർഡും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? സ്വച്ഛ് സർവേക്ഷൺ 2023 അവാർഡ്സിൽ വരുന്നതാണ്. സോ ഇത് രണ്ടും മാറിപ്പോവരുത്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു സ്വച്ഛ് സർവേക്ഷൺ 2023 അവാർഡ്സിന് അണ്ടറിൽ വരുന്ന ടോപ്പ് ക്ലീനസ്റ്റ് സിറ്റീസ് ആണ് നോക്കിയത് അല്ലേ. സോ അവിടെ നമ്മൾ ഇൻഡോർ ആൻഡ് സൂററ്റ് നോക്കിയായിരുന്നു. ആൻഡ് പോപ്പുലേഷൻ അവിടെ എന്തായിരുന്നു? 1 lakhിനേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്തിട്ടുള്ള സിറ്റീസിൽ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റീസ് ആയിട്ട് ഇൻഡോറും സൂററ്റുമാണ് നമ്മൾ നോക്കിയത്. ആൻഡ് ഇവിടെ വന്നിട്ട് ക്ലീനസ്റ്റ് ഗംഗ ടൗൺസ് ആണ്. ഓക്കെ, ക്ലീനസ്റ്റ് ഗംഗ ടൗൺസ് ആണ്. ആൻഡ് അതിന്റെ ആൻസർ എന്താണ്? വാരണാസി ആൻഡ് പ്രയാഗ്രാജ്. സോ മാറിപ്പോവരുത്, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. And this was organized by the Union Housing and Urban Affairs Ministry. Okay, ഇത് ഓർഗനൈസ് ചെയ്തത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരുന്നു? യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. The next topic is Operation Amrit. Operation Amrit. എന്താണ് ഓപ്പറേഷൻ അമൃത്? നമ്മൾ റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിനകത്തൊക്കെ വായിച്ചൊരു ഏരിയ ആണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ
എയിം അല്ലെങ്കിൽ ഓപ്പറേഷൻ അമൃത് കൊണ്ടുവന്നതിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത് ആരാണ്? ബൈ കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദി കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. സോ ഇതിന്റെ മെയിൻ എയിം എന്തായിരുന്നു? ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ കോമൺ പീപ്പിള് കൂടുതലായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ആ ഒരു യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ യൂസേജ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നത്. എന്താണ് അതിന്റെ പേര്? ഓപ്പറേഷൻ അമൃത്. So the next topic is Pench Tiger Reserve, അതായത് PTR, Pench Tiger Reserve. ഇത് എവിടെയാണുള്ളത്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, സോ ഇത് റീസെന്റ് ആയിട്ട് നമ്മുടെ ജാനുവരി മന്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്തായിട്ടാണ് ഈ ഒരു ടൈഗർ റിസർവിനെ ഡിക്ലെയർ ചെയ്തത്? ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക്. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് പെഞ്ച് ടൈഗർ റിസർവിനെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. സോ എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റ് പെഞ്ച് ടൈഗർ റിസർവിന് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി നൈറ്റ് സ്കൈ, അതുപോലെ പ്രിവെന്റിംഗ് ദി ലൈറ്റ് പൊല്യൂഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് ദി ആസ്ട്രോണമി. ഓക്കെ, സോ ആസ്ട്രോണമി പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ലൈറ്റ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ നൈറ്റ് സ്കൈനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്രയിലുള്ള പെഞ്ച് ടൈഗർ റിസർവിനെ റീസെന്റ് ആയിട്ട് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് ഇൻ ഇന്ത്യ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഈ പെഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ടൈഗർ റിസർവിന് എന്തുകൊണ്ടാണ് പെഞ്ച് എന്ന് പറയുന്ന ഒരു പേര് വന്നത്? പെഞ്ച് എന്താണ്? ഒരു റിവർ ആണ് അല്ലെ. പെഞ്ച് എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ചിന്ദ്വാര ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകുന്ന ഒരു റിവർ ആണ്. നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് ഈ ഒരു ടൈഗർ റിസർവിന് പേര് വന്നത്. ഓക്കെ, സോ പെഞ്ച് റിവർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ചിന്ദ്വാര ഡിസ്ട്രിക്റ്റിലൂടെ ഒഴുകുന്ന ഒരു റിവർ ആണ്. ഓക്കെ, സോ അത് ഒഴുകുന്നത് ഈ ഒരു റിസർവിൽ കൂടിയാണ്. മഹാരാഷ്ട്രയിലുള്ള ഈ ഒരു ടൈഗർ റിസർവിൽ കൂടെയാണ് ഈ ഒരു പെഞ്ച് റിവർ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈഗർ റിസർവിന് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പേര് വന്നത്. ആൻഡ് ദിസ് ഈ ഒരു ടൈഗർ റിസർവ് നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത് ഇൻ ദ ഇയർ 1975 ഓക്കെ, സോ പെഞ്ച് ടൈഗർ റിസർവ് വാസ് ഡിക്ലയർഡ് ആസ് എ നാഷണൽ പാർക്ക് ഇൻ ദ ഇയർ 1975. സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? പെഞ്ച് ടൈഗർ റിസർവിനെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യാസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തു. എന്തിനാണ് ആ ഒരു ഡിക്ലറേഷൻ കൊടുത്തത്? ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദി ആസ്ട്രോണമി, അതുപോലെ പ്രിവെന്റ് ദി ലൈറ്റ് പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്ട് ദി നൈറ്റ് സ്കൈ. ഓക്കെ, ആൻഡ് ഈ ഒരു പേര് വന്നതിന് റീസൺ എന്താണ്? ചിന്ദ്വാര ഡിസ്ട്രിക്ട്, അതായത് മധ്യപ്രദേശിലുള്ള ചിന്ദ്വാര ഡിസ്ട്രിക്റ്റിൽ കൂടെ ഈ ഒരു റിവർ ഒഴുകുന്നുണ്ട്, പെഞ്ച് റിവർ ഒഴുകുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈഗർ റിസർവിന് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പേര് വന്നത്. ആൻഡ് ദിസ് വാസ് ഡിക്ലെയർഡ് ആസ് എ നാഷണൽ പാർക്ക് ഇൻ ദ ഇയർ 1975. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സ് പോർഷനും അതുപോലെ GK ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ആ ഒരു ഏരിയയും എല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, എന്നും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ കറണ്ട് അഫയേഴ്സും GK പോർഷൻസും എല്ലാം നിങ്ങൾ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ GradMentor. ആൻഡ് ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.